നമസ്കാരം. നാളെ ജൂലൈ 16 ചൊവ്വാഴ്ചയാണ്. നാളത്തെ രാശി പ്രകാരമുള്ള ഫലങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഞാനിനി പരാമർശിക്കുന്ന നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം കാര്യങ്ങൾ അനുകൂലമാകാവുന്ന ഒരു ദിവസം തന്നെയാണ്. ചില കാര്യങ്ങൾ അനുകൂലമായി സംഭവിക്കുകയും ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ചാണ് ഇനി വിശദമായി തന്നെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓ മഹാലക്ഷ്മി നമ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം കാര്യങ്ങൾ അനുകൂലമായി തീരും. എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. പല കാര്യങ്ങളെയും ഭാഗ്യം കൊണ്ട് തരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. അഭീഷ്ടപ്രാപ്തി കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാവുന്നതുമാണ്. മനസ്സിന് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വസ്ഥത വന്ന് ചേരാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. പല കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്ന ഓർമ്മ കടന്നു വരാവുന്ന ഒരു ദിവസമാണ്. അല്ലെങ്കിൽ അത്തരം ചില ഓർമ്മകൾ പലരിലൂടെയും കടന്നു വരാം. കുടുംബത്തിന്റെ പിന്തുണ, വേണ്ടപ്പെട്ടവരുടെ സുഹൃത്തുക്കളുടെ പിന്തുണ, ധൈര്യം പല കാര്യങ്ങളിലും ലഭിച്ചു എന്ന് വരാം. ചില തീരുമാനങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യം ഇന്നേ ദിവസം കടന്ന് വരാവുന്നതാണ്. ചെയ്യാം എന്ന് വിചാരിക്കുകയും പിന്നീട് തീരുമാനങ്ങൾ തിരുത്തേണ്ടതായി വരാവുന്നതുമാണ്. അത് സ്വയം തീരുമാനിക്കുകയോ മറ്റൊരു വ്യക്തിയുടെ പ്രേരണയാൽ ആ തീരുമാനം മാറ്റേണ്ടതായി വരാവുന്നതുമാണ്. തൊഴിൽപരമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ ദിവസം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ധനവ്യയം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് മനസ്സിന് വിഷമങ്ങൾക്ക് കാരണമായി തീരും എന്നുള്ളതാണ്. പലരും നിങ്ങളെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എതിർത്തു എന്ന് വരാം. അത്തരം കാര്യങ്ങളിൽ ശക്തമായി തന്നെ അവരുടെ ആ എതിർപ്പിനെ മറികടക്കുവാൻ സംസാരിക്കേണ്ടതായി വരാം, പ്രവൃത്തികൾ ചെയ്യേണ്ടതായി വരാം. അതായത് പല കാര്യങ്ങളിലും കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ കൂടുതലായും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം പ്രധാനമായും ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമാണ് എങ്കിലും ഈ പരാമർശിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഇന്നേ ദിവസം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഭാഗ്യസൂക്തം നിങ്ങളുടെ പേരിൽ ഇന്നേ ദിവസം നടത്തുന്നത് അത് നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം, അത്തം, ചിത്തിര എന്നീ നാളുകാർ. ഇന്നേ ദിവസം ഈ രാശിക്കാർക്ക് ചില മാറ്റങ്ങൾ കർമ്മരംഗവുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ വേണം. അത്തരത്തിൽ ചില ചിന്തകൾ കടന്ന് വരാവുന്നതാണ്. ചില കാര്യങ്ങളിൽ പ്രതീക്ഷിക്കുന്ന വ്യക്തത കൈവരിക്കുവാൻ സാധിക്കണം എന്നില്ല. പല കാര്യങ്ങളും വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ തീരുമാനിച്ചതുപോലെ മുന്നോട്ട് പോകണം എന്നില്ല. ഇന്നേ ദിവസം ചില യാത്രകൾ, ദൂരയാത്രകൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. ന്യായമായ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്ന ദിവസമായി മാറാം. പല കാര്യങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം തൊഴിൽപരമായി അല്പം നേട്ടങ്ങൾ വന്ന് ചേരാവുന്നതാണ്. കൂടാതെ അനാവശ്യമായ തിടുക്കം ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സമയമാണ്. ധനവിനിയോഗം ശ്രദ്ധിക്കേണ്ടതായ ഒരു ദിവസം തന്നെയാകുന്നു. ധനവിനിയോഗം ശ്രദ്ധിക്കേണ്ടതായ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. കൂടാതെ പല കാര്യങ്ങളിലും ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വരും എങ്കിലും അത് തരണം ചെയ്യാൻ സാധിക്കും. പിന്തുണകൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ന്യായമായ ആവശ്യങ്ങൾ അത് കുടുംബത്തിൻ്റെതാണ് എങ്കിലും നിർവഹിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. ആത്മനിയന്ത്രണം നഷ്ടമാകാൻ പാടുള്ളതല്ല. ക്ഷോഭ സാഹചര്യങ്ങൾ വന്നു ചേരാം. അത് തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കത് ഭാവിയിൽ ദൂഷ്യം ചെയ്യും.
ചില കാര്യങ്ങളിൽ സമയനഷ്ടം വന്നു ചേർന്നു എന്ന് വരാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. കൂടാതെ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ലാഭം വന്ന് ചേരാവുന്ന സമയമാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും സജീവ സാന്നിധ്യമായി നിലകൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. അനുകൂലമായ സന്ദേശങ്ങൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. വിദ്യാർത്ഥികൾക്കും അനുകൂലം തന്നെയാണ് സമയം. കർമ്മഗുണം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന്. എന്നിരുന്നാലും ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. സുഹൃത്തുക്കളുടെ ആവശ്യങ്ങൾ വേണ്ടപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്ക് കൈയയച്ച് സഹായിക്കുവാൻ അല്ലെങ്കിൽ വളരെയധികം സഹായങ്ങൾ നൽകുവാൻ സാധിച്ചു എന്ന് വരാം. ചില പഴയ ബാധ്യതകൾ അല്ലെങ്കിൽ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ടെൻഷനുകൾ ഉള്ളവരാണ്. അതുമായി ബന്ധപ്പെട്ട് എപ്രകാരം തീർക്കണം, അത്തരം ചില ചിന്തകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം ആധി വന്നു ചേരുവാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശുഭകരമായ ഒരു ദിവസം തന്നെയാണ്. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്ന ദിവസമാണ്. ഇന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ, വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭാഗ്യസൂക്തം നിങ്ങളുടെ പേരിൽ നടത്തുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ധനപരമായ നേട്ടങ്ങൾക്ക് ഇന്നേ ദിവസം ഭഗവാന് നെയ്വിളക്ക് നടത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ്. ഇന്നേ ദിവസം ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുക. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. ഇവർക്ക് പൊതുവിൽ ഇന്നേ ദിവസം ഉറച്ച നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി മാറാം. സന്തോഷം നൽകുന്നതായ കാര്യങ്ങൾ, തൊഴിലുമായി ബന്ധപ്പെട്ട് ഗൃഹം, സുഹൃത്തുക്കൾ, അങ്ങനെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. പല കാര്യങ്ങളിലും ബഹുമാനം നേടിയെടുക്കുവാൻ സാധിക്കും. ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ ലഭിക്കാവുന്ന ദിവസമാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ കടുപ്പിടുത്തം നടത്തുന്നത്, വാശി കാണിക്കുന്നത് നിങ്ങൾക്ക് ദോഷമായി തീരാം. പണച്ചെലവ് വന്നു ചേരാം. അതിനാൽ അത് കുറയ്ക്കുവാൻ സ്വയം തീരുമാനിക്കുകയും എന്നാൽ അത് ഫലപ്രദമായി തന്നെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കണം എന്നില്ല. കലാപ്രവർത്തകർക്കും അഥവാ കലാകാരന്മാർക്കും കാര്യങ്ങൾ അനുകൂലമാണ്. ധനാഗമം ഉണ്ടാകുന്ന ഒരു ദിവസം തന്നെയായിരിക്കും. പ്രണയ സാഫല്യം അനുകൂലമാണ്. പ്രണയികൾക്ക് അനുകൂലമായ ദിവസമാണ്. ഇന്നേ ദിവസം പല കാര്യങ്ങളിലും ഉത്സാഹം വന്ന് ചേരുന്ന സമയമാണ്. അത് കർമ്മ മേഖലയിൽ പ്രതിഫലിക്കും എന്ന കാര്യവും ഓർക്കണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. മനസ്സിന് സന്തോഷം പകരുന്ന കാര്യങ്ങൾ വന്നു ചേരാം. മന്ദഗതിയിലായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിലേക്ക് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ഇഷ്ടാനിഷ്ടങ്ങൾ പലരോടും തുറന്ന് പറയുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ വീട്ടു ചെലവുകൾ അല്ലെങ്കിൽ മറ്റ് ചെലവുകൾ കൂടി വരുന്നത് ഉത്കണ്ഠ സൃഷ്ടിക്കുന്ന ഒരു ദിവസവുമാണ്. പല കാര്യങ്ങളിലും വലിയ പ്രതീക്ഷ വേണ്ട എന്നിടത്തു നിന്നും പ്രതീക്ഷിക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരുവാൻ സാധിക്കും. ചില അബദ്ധങ്ങൾ പിണഞ്ഞിട്ടുള്ളവരാണ് നിങ്ങൾ. അതിൽ ചിലതെങ്കിലും തിരുത്തുവാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുന്ന ഒരു ദിവസം തന്നെയാകുന്നു. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാം. എന്നിരുന്നാലും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ട ഒരു ദിവസമാണ്. ഇന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ദർശനം നടത്താം. വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്താം. ഭഗവാന് ഇന്നേ ദിവസം ഭാഗ്യസൂക്തം നടത്തി പ്രാർത്ഥിക്കുന്നതും തുളസിമാല ചാർത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. സാധിക്കുന്നില്ല എങ്കിൽ മഞ്ഞ പുഷ്പങ്ങൾ ഭഗവാന് ഇന്നേ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിശേഷം തന്നെയാകുന്നു. കൂടാതെ സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമാകുവാൻ ഇന്നേ ദിവസം ഭഗവാന് നെയ്വിളക്ക് നടത്തി പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുവാൻ മറക്കാതിരിക്കുക. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാരാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം ചില കാര്യങ്ങളിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടു എന്ന് വരാം. തൊഴിൽപരമായ അഭിവൃദ്ധി വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. യാത്രകൾ നടത്തേണ്ടതായി വരാം. കൂടാതെ ഇന്നേ ദിവസം ചില ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ വിദ്യയുമായി ബന്ധപ്പെട്ട് പുരോഗതി വന്നു ചേരാം. ഇഷ്ടഭക്ഷണം ലഭിക്കാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. ഭാഗ്യം തുണയ്ക്കുന്നതായ ഒരു ദിവസം തന്നെയാണ്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകൾ ഒരല്പം കുറവാണ് എങ്കിലും ശ്രമിക്കുകയാണ് എങ്കിൽ നടക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും വേഗത്തിൽ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസം തന്നെയാകുന്നു.
സാമ്പത്തികമായ ചില പ്രയാസങ്ങൾ, അലട്ടലുകൾ അത് നിങ്ങൾക്ക് വിഷമങ്ങൾ സൃഷ്ടിക്കാം. എന്നാൽ ശ്രമിക്കുകയാണ് എങ്കിൽ ആവശ്യത്തിനുള്ള ധനം സഹായമായാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ ഇന്നേ ദിവസം കുടുംബത്തിന്റെ പിന്തുണ, കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കൂടാതെ ഇന്നേ ദിവസം പ്രധാനമായും തൊഴിൽ സമ്മർദ്ദങ്ങളുണ്ട് എങ്കിലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സമയബന്ധിതമായ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. കൂടാതെ ജീവിത പങ്കാളിയിൽ നിന്നും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നും പിന്തുണ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസം തന്നെയാണ്. കൂടാതെ ഇന്നേ ദിവസം വരുമാന വർധനവിനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ആരോഗ്യസ്ഥിതി അല്പം മെച്ചപ്പെടും എങ്കിലും ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ്. കുടുംബ യാത്രകൾ പോലും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ടോ യാത്രയുമായി ബന്ധപ്പെട്ടോ ചില ക്ലേശങ്ങൾ വന്നു ചേരാം. എന്നാൽ ചില വ്യക്തികളുടെ സഹകരണം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കാം. കർമ്മഗുണം വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇന്നേ ദിവസം. കൂടാതെ ഇന്നേ ദിവസം ചില സഹായങ്ങൾ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം പരസ്യ ശാസനകൾക്ക് മുതിരാതിരിക്കണം. തർക്കങ്ങൾ, കലഹങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമുണ്ട്. വാശി പല കാര്യങ്ങളിലും ഉണ്ടായി എന്ന് വരാം. എന്നാൽ അത് ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകണം. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമാണ്. ഭാഗ്യം തുണയ്ക്കുന്ന ഒരു ദിവസം തന്നെയാകുന്നു. പ്രശ്നങ്ങൾ വന്നു ചേരും എങ്കിലും അത് തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. എന്നാൽ ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം വിഷ്ണു ഭഗവാനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഇന്നേ ദിവസം ആരാധിക്കുന്നതും അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. സാധിക്കുമെങ്കിൽ ഭഗവാന് ഭാഗ്യസൂക്തം, സാമ്പത്തിക ഉയർച്ചയ്ക്കായി, സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി ഭഗവാനെ നെയ്വിളക്ക് കൂടി നടത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ്. സാധിക്കുന്നില്ല എങ്കിൽ ഭഗവാന് മഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിച്ച് ഭഗവത് നാമങ്ങൾ ഉരുവിടുന്നത് ഏറ്റവും ശുഭകരമായി തന്നെ ഭവിക്കും. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാക്കുന്നു.